ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2026 ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്ത ഏറ്റവും മികച്ച വിജയം നേടിയെടുത്ത മലയാള സിനിമയാണ് ദൃശ്യം 3. മോഹൻലാൽ നായകനായി ജിത്തു ജോസഫ് തിരക്കഥ തയ്യാറാക്കി സംവിധാനം ചെയ്ത് മെയ് 21 തിയേറ്ററിലെത്തിയ ഈ സിനിമ ജിയോ ഹോട്ട്സ്റ്റാർ വഴി OTT റിലീസ് പൂർത്തിയാക്കിയപ്പോഴും മികച്ച ട്രെൻഡിംഗ് നേടിയെടുത്തിരുന്നു. OTT റിലീസിന് ശേഷവും ചുരുക്കം ചില തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരുന്ന ഈ സിനിമയുടെ ഫൈനൽ ക്ലോസിംഗ് അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. കേരളത്തിൽ ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത് 90 കോടി 21 ലക്ഷം രൂപയാണ്. കർണാടകയിൽ 13 കോടി 70 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ ആന്ധ്ര തെലങ്കാനയിൽ കളക്ട് ചെയ്തത് 10 കോടി 50 ലക്ഷം രൂപയാണ്. തമിഴ്നാട്ടിൽ 8 കോടി 10 ലക്ഷം രൂപയും നോർത്ത് ഇന്ത്യയിൽ 5 കോടി 60 ലക്ഷം രൂപയും നേടിയെടുത്തിട്ടുണ്ട്. അങ്ങനെ ഫൈനൽ ഇന്ത്യൻ ഗ്രോസായി സിനിമ നേടിയെടുത്തത് 128 കോടി 11 ലക്ഷം രൂപയാണ്. വിദേശത്ത് മിഡിൽ ഈസ്റ്റിൽ $6.51 മില്യൺ കളക്ട് ചെയ്തത്. ടോട്ടൽ വിദേശത്ത് നിന്ന് $11.47 മില്യൺ കളക്ട് ചെയ്തത്. അതായത് 109 കോടി 55 ലക്ഷം രൂപ. അങ്ങനെ ഫൈനൽ വേൾഡ് വൈഡ് ഗ്രോസായി ദൃശ്യം 3 നേടിയെടുത്തിരിക്കുന്നത് 237 കോടി 70 ലക്ഷം രൂപയാണ്. നസ്ലിൻ നായകനെ അഭിനവ് സുന്ദർ നായക സംവിധാനം ചെയ്ത് ജൂൺ 5 തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് മോളിവുഡ് ടൈംസ്. ആഷിഖ് ഉസ്മാൻ നിർമ്മിച്ച ഈ സിനിമയിൽ ഷറഫുദ്ദീൻ, വിനീത് ശ്രീനിവാസൻ, സംഗീത് പ്രതാപ്, റോഷൻ ഷാനവാസ്, അൽതാഫ് സലീം എന്നിങ്ങനെയായിരുന്നു പ്രധാനപ്പെട്ട മറ്റ് താരങ്ങൾ. ഈ സിനിമയുടെയും ഫൈനൽ ക്ലോസിംഗ് അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. ഈ സിനിമ ഫൈനൽ കേരള കളക്ഷനായി നേടിയെടുത്തത് 9 കോടി 90 ലക്ഷം രൂപയാണ്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 2 കോടി 50 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ ഇന്ത്യൻ ഗ്രോസായി നേടിയെടുത്തത് 12 കോടി 40 ലക്ഷം രൂപയുമാണ്. വിദേശത്ത് $7,30,000 അതായത് 7 കോടി രൂപയാണ് സ്വന്തമാക്കിയത്. അങ്ങനെ ലോകമെമ്പാടുമായി 19 കോടി 40 ലക്ഷം രൂപയാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. 10 കോടി മുതൽ ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമയ്ക്ക് തിയേറ്ററിൽ വിജയം നേടാനായില്ലെങ്കിലും ബിസിനസ് ഉൾപ്പെടെ ഈ സിനിമ നിർമ്മാതാവിന് ലാഭം നേടിക്കൊടുത്തിട്ടുണ്ട്. 4K റീ റിലീസായി തിയേറ്ററിലെത്തിയ മോഹൻലാലിന്റെ കിരീടം എന്ന സിനിമ 5-ാം ദിവസം ഇന്നലെ ചൊവ്വാഴ്ച കേരളത്തിൽ 5 ലക്ഷം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. 5 ദിവസം കൊണ്ട് കേരളത്തിൽ 27 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 1 ലക്ഷം രൂപയും സ്വന്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ 28 ലക്ഷം രൂപയാണ് ആദ്യ 5 ദിവസം കൊണ്ട് ഇന്ത്യൻ ഗ്രോസായി നേടിയെടുത്തിരിക്കുന്നത്. വിജയത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ബോളിവുഡ് സിനിമയാണ് ധമാൽ 4. ഇന്ദിരകുമാർ സംവിധാനം ചെയ്ത് ജൂലൈ 10 തിയേറ്ററിലെത്തിയ ഈ സിനിമയിൽ അജയ് ദേവ്ഗൻ, അർഷാദ് വാഴ്സി, റിതേഷ് ദേശ്മുഖ്, ജാവേദ് ജാഫരി എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ചിത്രം ഇന്നലെ ചൊവ്വാഴ്ച വരെയുള്ള 5 ദിവസം കൊണ്ട് കേരളത്തിൽ 15,25,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ഇന്ത്യൻ ഗ്രോസായി സിനിമ നേടിയെടുത്തിരിക്കുന്നത് 103 കോടി 91 ലക്ഷം രൂപയും വേൾഡ് വൈഡ് കളക്ഷനായി സ്വന്തമാക്കിയിരിക്കുന്നത് 118 കോടി 69 ലക്ഷം രൂപയുമാണ്. 135 കോടി ബഡ്ജറ്റുള്ള ഈ സിനിമയുടെ തിയേറ്റർ റൈറ്റ്സ് വിറ്റഴിക്കപ്പെട്ടത് 81 കോടി രൂപയ്ക്കാണ്. നിലവിൽ 56 കോടി 14 ലക്ഷം രൂപ ഈ സിനിമയ്ക്ക് ഷെയറായി കിട്ടിയിട്ടുണ്ട്. ജൂലൈ 3 തിയേറ്ററിലെത്തിയ ബോളിവുഡ് സിനിമയാണ് ആൽഫ. ശിവറാവയിൽ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ആലിയ ഭട്ട്, ഷർവാരി, അനിൽ കപൂർ, ബോബി ഡിയോൾ എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ഈ ചിത്രം ഇന്നലെ ചൊവ്വാഴ്ച വരെയുള്ള 12 ദിവസം കൊണ്ട് കേരളത്തിൽ 82 ലക്ഷം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ ഗ്രോസായി സിനിമ നേടിയെടുത്തത് 67 കോടി 67 ലക്ഷം രൂപയും വിദേശത്ത് നിന്ന് 26 കോടി 30 ലക്ഷം രൂപയുമാണ്. 12 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ഗ്രോസായി സിനിമ നേടിയെടുത്തിരിക്കുന്നത് 93 കോടി 97 ലക്ഷം രൂപയാണ്. 100 കോടി ബഡ്ജറ്റുള്ള ഈ സിനിമയുടെ തിയേറ്റർ റൈറ്റ്സ് വിറ്റഴിക്കപ്പെട്ടത് 65 കോടി രൂപയ്ക്കാണ്. നിലവിൽ വേൾഡ് വൈഡ് ഷെയറായി സിനിമയ്ക്ക് കിട്ടിയിരിക്കുന്നത് 44 കോടി 76 ലക്ഷം രൂപയുമാണ്. ജൂലൈ 3 തിയേറ്ററിലെത്തിയ രണ്ടാമത്തെ ബോളിവുഡ് സിനിമയാണ് ബേബി ഡു ഡൈ ഡു. നാജികേത് സാമന്ത് സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ഹുമ ഖുറേഷി, സിക്കന്ദർ ഖേർ, ചുങ്കി പാണ്ഡെ എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ചിത്രം ഇന്ത്യൻ ഗ്രോസായി നേടിയെടുത്തത് 5 കോടി 87 ലക്ഷം രൂപയാണ്. 22 കോടി ബഡ്ജറ്റുള്ള ഈ സിനിമയുടെ തിയേറ്റർ റൈറ്റ്സ് വിറ്റഴിക്കപ്പെട്ടത് 10 കോടി രൂപയ്ക്കാണ്. ജൂലൈ 3 തിയേറ്ററിലെത്തിയ തെലുങ്ക് സിനിമയാണ് റാവു ബഹാദൂർ. ചിത്രം 12 ദിവസം കൊണ്ട് ഇന്ത്യൻ ഗ്രോസായി നേടിയെടുത്തിരിക്കുന്നത് 7 കോടി 87 ലക്ഷം രൂപയാണ്. വിദേശത്ത് 4 കോടി 18 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ വേൾഡ് വൈഡ് ഗ്രോസായി 12 കോടി 6 ലക്ഷം രൂപയും സ്വന്തമാക്കിയിട്ടുണ്ട്. 10 കോടി 80 ലക്ഷം ബ്രേക്ക് ഈവൻ പോയിന്റുള്ള ഈ സിനിമ വേൾഡ് വൈഡ് ഷെയറായി നേടിയെടുത്തിരിക്കുന്നത് 5 കോടി 83 ലക്ഷം രൂപയാണ്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുക. ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.